ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഊത്തപ്പമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എഗ്ഗില്ലാതെ നല്ല ടേസ്റ്റിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശമാവ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, 1/4 കപ്പ് ക്യാരറ്റ്, ആവശ്യത്തിന് മല്ലിയില, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു 1/4 കപ്പ് ക്യാബേജും. ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഞാൻ തക്കാളി എടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് അധികം ആവണ്ട, കാരണം നമ്മൾ മാവിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ദോശ ഇടാനുള്ള ചട്ടി ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. വല്ലാണ്ട് നമ്മൾ ദോശയ്ക്ക് പരത്തുന്ന പോലെ പരത്തി കൊടുക്കണ്ട, കുറച്ചൊന്ന് സ്പ്രെഡാക്കിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ മുട്ട ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മുകളിൽ ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ചട്ടുകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഇളകി പോരും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിക്കുക. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 2 മിനിറ്റ് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറിയൊന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല, ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്